കണ്ണൂരിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഉദ്ഘാടന വേദിയിൽ മേയറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തമ്മിൽ പോർവിളിയും കയ്യാങ്കളിയും. മേയർ ടി.ഒ. മോഹനനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷും തമ്മിലാണ് തർക്കമുണ്ടായത്. പി.കെ. രാഗേഷിന് വേദിയിൽ പ്രസംഗിക്കാൻ മേയർ അവസരം നിഷേധിച്ചതോടെയാണ് നാടകീയ സംഭവങ്ങളുണ്ടായത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ മഞ്ചപ്പാലത്ത് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടന ചടങ്ങാണ് വേദി. ഉദ്ഘാടകനായ മന്ത്രി എം.ബി. രാജേഷ് വേദി വിട്ടതിന് പിന്നാലെയാണ് കയ്യാങ്കളിയുണ്ടായത്. പ്രോട്ടോകോൾ പ്രകാരം മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ശേഷം വേദിയിൽ സംസാരിക്കേണ്ടത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. എന്നാൽ മൈക്ക് വിട്ടു നൽകാൻ മേയർ തയ്യാറായില്ല. ഇതിനെ പി.കെ. രാഗേഷ് ചോദ്യം ചെയ്തു. പിന്നാലെ തർക്കം. ഇവിടെ കക്ഷി നേതാക്കന്മാർ സംസാരിക്കും. മേയർ ടി.ഒ. മോഹനനെതിരെ പി.കെ. രാഗേഷ് വാർത്താസമ്മേളനം വിളിച്ച് അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതാണ് മേയറെ പ്രകോപിപ്പിച്ചത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് രാഗേഷിനെതിരെ നേരത്തെ കോൺഗ്രസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. 24 കണ്ണൂർ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.